ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ മദ്രാസി എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. AR മുരുകദോസിൻ്റെ ഈ വർഷത്തെ രണ്ടാമത്തെ പടമാണ്. ഫസ്റ്റ് പടം നമ്മൾ കണ്ടതാണല്ലോ, സിക്കന്ദർ. അതിനെപ്പറ്റി എനിക്ക് ഓർക്കണ്ട, എന്തരോ ആവട്ട്. അപ്പം ഇതാണ് എൻ്റെ പുതിയ പാഡ് കേട്ടോ, OnePlus Pad 3. ഇത് ഇന്ത്യയിൽ സെപ്റ്റംബർ 5 റിലീസാവും. ഇവിടെ ദുബായിൽ അവൈലബിൾ ആണ് മേടിക്കാനായിട്ട്. 1750 ദിർഹമാണ്. ഞാനിത് മേടിച്ചത് എമി കാർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് കേട്ടോ. ദുബായിൽ അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ നേരെ ഓടിപ്പിടിച്ച് പോവുക. ദുബായിൽ OnePlus മേടിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, സർവീസ് കിട്ടൂല, ഉള്ളതുപോലെ പറയണമല്ല, പക്ഷേ സാധനം കിട്ടും. അപ്പോൾ എന്തിനാണെങ്കിലും നിങ്ങൾക്ക് ഇത് മേടിക്കണമെങ്കിൽ മേടിക്കുക. ഇത് നല്ല സൗണ്ടാണ്, നല്ല സൗണ്ട് എന്ന് പറഞ്ഞാൽ ജിമിട്ടോ സൗണ്ടാണ്. നിങ്ങളിപ്പോൾ കേൾക്കും, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തിനാണെങ്കിലും മദ്രാസി എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. ഇന്ന് തന്നെ അല്ലേ ലോക്കേര ട്രെയിലർ? അത് നാളെയാണ്. എന്തിനാവട്ടെ, നോക്കാം. ഇന്ന് ലോക്കേര ട്രെയിലർ നമുക്കത് റിയാക്ട് ചെയ്യാം. വാ. എവിടെയുടെ യൂട്യൂബ്, എവിടെയുടെ യൂട്യൂബ്? നല്ല വലിയ ഡിസ്പ്ലേ കിട്ടിയില്ല. ഡിസ്പ്ലേ LCD ആണ് കേട്ടോ, OLED സ്നാപ്ഡ്രാഗൺ 8 ലൈറ്റിൻ്റെ ചിപ്സെറ്റും 12,000 എത്രയോ mAh ബാറ്ററിയും എന്നൊക്കെ പറയാണ്ട് ഉളപ്പം സാധനം. എന്തിനാണെങ്കിലും നോക്കടെ. മദ്രാസി എവിടെ? മദ്രാസി വന്നു. ജംഗ്ലി റമ്മിയൊക്കെ പൂട്ടി കേട്ടോ. ഒന്നാമത്തെ കാര്യം 2 മിനിറ്റും 18 മിനിറ്റുമാണ്. 2 മിനിറ്റ് 18 സെക്കൻഡുമാണ് ട്രെയിലർ. നമ്മുടെ രുക്മണിയാണല്ലേ, പിന്നെ ഒരു മറ്റേ അങ്ങേര് വിദ്യുത് ജമാലാണ് വില്ലേ, തുപ്പാക്കിയിലെ വില്ലേ. പൊളപ്പനായിരിക്കും. സൗണ്ട് ഉണ്ടോ? ചെവിയിൽ ചോര. ശ്രീലക്ഷ്മി പ്രസാദ് പ്രൊഡ്യൂസർ. മച്ചാൻ വന്ന്. മച്ചാൻ ഇപ്പോൾ വേറെ ലെവലാണ്. മറ്റേ അമരൻ സിനിമയ്ക്ക് ശേഷം ശിവകാർത്തികേയന് മറ്റേ വിജയ് ഗണ്ണ് കൊടുത്ത് മറ്റേ കൈമാറ്റം, താലം കൈമാറി എന്നൊക്കെയാണല്ലേ പറയണത്. അല്ല രുക്കു. പാട്ട് പാടുന്നു, ഗിറ്റാറ്. ഇതല്ല ലോകേഷിൻ്റെ സിനിമയാണ്. എന്നപ്പില് ട്രക്ക്, ബഹളം. ഓ, KGF. അത് KGF പോലെ അല്ലായിരുന്ന മറ്റേ കാർക്ക് ഓട്ടർ അവിടെ നിന്ന് വെടിവെക്കണം. കൊല വെടി. ബിജു മേനോൻ പടത്തിലുണ്ടാ? AR മുരുകദോസ് ഫിലിം പൊട്ടിത്തെറി. അല്ലോ രുക്കു മരിച്ചാടേ. എന്തുണ്ടാ പാവപ്പെട്ട പെണ്ണെ കൊല്ലണ? അവൻ നടപ്പിട. ഓഹോ, അനിരുദ്ധ് മ്യൂസിക്കൽ. ഓ ഫൈറ്റ്. വിദ്യുത് ജമാല് പിന്നെ ഫൈറ്റിന് കളഞ്ഞു കൊടുത്ത. ശ്രീകർ പ്രസാദ് എഡിറ്റർ. അമ്മേ. ഓ തൊട്ര പാകല അല്ല കൂലി. ഓ അവന് വെടി ഉണ്ടാടേ. അല്ല അത് കൊള്ളാം. ഐ ലൈക്ക് ദാറ്റ് റെഫറൻസ്. തുപ്പാക്കി ആരുടെ കയ്യിരുന്നാലും വില്ലൻ എന്താണ്. അത് കൊള്ളാം. ഓ വാട്ട് എ എഡിറ്റ് മാൻ. ഇതിനടാ അതൊക്കെ. സെപ്റ്റംബർ 5 അല്ലേ? അടുത്ത മാസം, അടുത്ത ആഴ്ച. ഇവിടെ ട്രെയിലർ പീക്ക് എവിടെയെന്നറിയോ വന്ന്? ട്രെയിലർ പീക്ക് ഇതല്ല ഇതിന് ശേഷം എന്തോന്ന് കട്ടടേ അത്. പിന്നാം കാട്ട്. ഓ പവർ പാക്ട് ട്രെയിലർ അല്ലേ? ഇടിവെട്ട് ട്രെയിലർ.
എനിക്ക് ഈ ഒരു പോയിൻ്റൊന്നും രക്ഷയില്ല. അതായത് മറ്റവൻ പറയൂലേ തുപ്പാക്കി എവിടെ അവൻ്റെ കയ്യിൽ ഇരുന്നാലും ഞാനാണ് വില്ലെന്ന്. 1 മിനിറ്റ് 1 minute and 44 seconds ഒരു സാധനം തുടങ്ങും. സാധനം ഫയർ. ട്രെയിലറൊക്കെ കൊള്ളാം, പടം എന്തിനാണ് അവസ്ഥ എന്നൊരു പിടിയുമില്ല. കണ്ടിട്ട് ഇറ്റ്സ് ലുക്സ് വെരി പ്രോമിസിങ്. എൻ്റെ പൊന്നു മോനെ മുരുകദോസ് വല്ലോ ഈ വർഷം തൂക്കിയാണ്ടല്ലോ, കോമഡി ആയി പോവും. മണിരത്നം, ലോകേഷ്, ശങ്കർ, ഏതൊക്കെ മറ്റേ അങ്ങേര് റെട്രോര ഡയറക്ടർ കാർത്തിക് സുബരാജ് ഒക്കെ പോയെടുത്ത് ഇങ്ങനെ ഒരു കംബാക്ക് അടിക്കുവോടെ. സിക്കന്ദർ ശോകമായിരുന്നു, അത് പിന്നെ ഒന്നും പറയാനില്ല, സൽമാൻ ഭായിയുടെ പ്രശ്നമാണ്, അല്ലാതെ പുള്ളിയുടെ പ്രശ്നമല്ല. കണ്ടിട്ട് കൊള്ളാം. എന്തോ ഒരു പരിപാടിയും മറ്റേ പെണ്ണെന്തിനും അവളെ ആരോ തട്ടിക്കൊണ്ടൊക്കെ പോവും, എന്നിട്ട് വില്ലന്മാരെ അടിച്ചെടുക്കാൻ വരുന്ന നായകൻ. അങ്ങനെ ടിപ്പിക്കൽ ഫോർമാറ്റ് സാധനമാണ്. പക്ഷേ മേക്കിങ് പിടിച്ച പടം പൊളിക്കും. ഫൈറ്റൊക്കെ കണ്ടിട്ട് നൈസാണെന്ന് തോന്നുന്നു. വിദ്യുത് ജമാലി വില്ലൈ. പ്രതീക്ഷ തരല്ലേ 5 തീയതി കാണാൻ എന്തരായാലും. അപ്പം മനസ്സിലാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ താഴെ കമൻറ്റ്. ശരി എന്നാൽ.